ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിൽ രണ്ടാമത്തെ യൂണിറ്റാണ്. പ്രൊസീജിയർ ഓഫ് അസസ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് എന്നുള്ളതാണ് ഈ പറയുന്ന യൂണിറ്റിൻ്റെ പേര്. അപ്പോൾ അതിലും തിയറി തന്നെയാണ് പ്രധാനമായിട്ടും. അതായത് നമ്മൾ ഇൻകം ടാക്സ് അസസ് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് എത്ര ഇൻകം കിട്ടി, നമ്മൾ എത്ര ടാക്സ് ആ ഇൻകത്തിൽ അടയ്ക്കണം. അപ്പോൾ അതിൽ ഇൻകം മാത്രമല്ല, ചില ഡിഡക്ഷൻസ് നമുക്ക് കുറയ്ക്കാനുണ്ടാവും, ചില ഇൻകംസൊക്കെ എക്സംപ്റ്റഡ് ആയിരിക്കും, അത് അതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അതൊക്കെ ഫിഫ്ത്തിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്ക് അധികം നമ്മളിവിടെ പോകേണ്ട കാര്യമൊന്നും വരുന്നില്ല. നമുക്ക് എന്താണ് ഇതിൻ്റെയൊക്കെ ഓരോന്നും ചോദിക്കുകയാണെങ്കിൽ എന്താണെന്നുള്ളത് നമുക്ക് എഴുതാന്നുള്ളതാണ് എക്സാമിന്. സോ ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദ പ്രോസസ് ഓഫ് അസസ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഫയലിംഗ് ദ റിട്ടേൺ ഓഫ് ഇൻകം ടാക്സ്. അതായത് ഇൻകം ടാക്സിൻ്റെ അസസ്മെൻറ്റ് ആദ്യ സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. The second stage is concerned with computation of taxable income of the SSE. രണ്ടാമത്തെ സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സബിൾ ഇൻകം, SSEയുടെ ടാക്സബിൾ ഇൻകം എന്ത് ചെയ്യുക, കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ദ തേർഡ് സ്റ്റേജ് കൺസിസ്റ്റ് ഇൻ ഡിറ്റർമിനേഷൻ ഓഫ് സം പേയബിൾ ബൈ ദ SSE. മൂന്നാമത്തെ സ്റ്റേജിൽ എത്ര പൈസയാണ് SSE അടയ്ക്കേണ്ടത് എന്നുള്ളതാണ്. ലാസ്റ്റ് സ്റ്റേജ് ഇസ് ദ മേക്കിംഗ് ഓഫ് ദ അസസ്മെൻറ്റ് ഓർഡർ ആൻഡ് ഇഷ്യൂ നോട്ടീസ് ഓഫ് ഡിമാൻഡ് ബൈ സ്പെസിഫൈയിങ് ദ സം പേയബിൾ ബൈ ദ SSE. അതായത് ഈ പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞൊരു നോട്ടീസ് അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓരോ കാണുന്ന പോയിന്റുകൾ ഓരോ പോയിന്റുകളായിട്ട് പഠിച്ചു വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫായിട്ടെങ്കിലും പഠിച്ചു വെക്കുക. ഇതിൻ്റെ പ്രൊസീജിയർ എന്നാൽ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രൊസീജിയർ ഓഫ് അസസ്മെൻ്റ് ആണ്. ഇനി ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ്, ആദ്യ സ്റ്റേജിലുള്ള ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സിനെ കുറിച്ചിട്ടാണ്. ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ വിച്ച് SSE ഡിസ്ക്ലോസസ് ദ ഡീറ്റെയിൽസ് ഓഫ് ഹിസ് ഇൻകം ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഇസ് കോൾഡ് എ റിട്ടേൺ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുകയാണ്, അതിൽ നമ്മുടെ ഇൻകത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിൻ്റെ പേരാണ് റിട്ടേൺ എന്ന് വെച്ചാൽ. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ നമ്മൾ വരാം. റിട്ടേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം എത്ര വന്നിട്ടുണ്ട് എന്ന് നമ്മൾ കാണിക്കുകയാണ്. പലതരത്തിൽ റിട്ടേൺ ഉണ്ട്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് റിട്ടേൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ വിച്ച് SSE ഡിസ്ക്ലോസസ് ദ ഡീറ്റെയിൽസ് ഓഫ് ഹിസ് ഇൻകം ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ എന്ന് വെച്ചാലാണ് റിട്ടേൺ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ടേൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ടേണിലൊന്ന് വോളണ്ടറി റിട്ടേൺ ആണ്. അപ്പോൾ അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഫയലിങ്ങിൽ. എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ചോദിക്കും. വോളണ്ടറി റിട്ടേൺ എന്താണ്? എവരി പേഴ്സൺ ഈസ് ബൗണ്ട് ടു ഫർണിഷ് വോളണ്ടറിലി എ റിട്ടേൺ ഓഫ് ഇൻകം ഇഫ് ദ ഇൻകം എക്സീഡ്സ് പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്. നമ്മുടെ ഇൻകം ഒരു ലിമിറ്റ് കടക്കുകയാണെങ്കിൽ നമ്മൾ വേറെ ആളെ ആശ്രയിക്കാതെ നമ്മൾ തന്നെ എന്താണ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ആ വോളണ്ടറി റിട്ടേൺ എന്ന് പറഞ്ഞത്. ഇത് മാത്രം പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതിൽ the return must be furnished on or before the due date. Failure to do so may invite penalty by way of interest. ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും പെനാൽറ്റി ആയിട്ട്. എന്ത്? ഡ്യൂ ഡേറ്റിന് മുൻപ് അടച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ ഡ്യൂ ഡേറ്റ് SSE കമ്പനി ആണെങ്കിൽ 31 ഒക്ടോബർ ആണ്. വിത്ത് എഫക്ട് ഫ്രം 2020-21 2020-21 മുതലാണ്. ഒരു കമ്പനി ആണെങ്കിൽ ഒക്ടോബർ 30 റിട്ടേൺ ഫയൽ ചെയ്യണം. SSE was required to furnish a report from CA. അതായത് CA റിപ്പോർട്ട് വെക്കേണ്ട SSE ആണെങ്കിൽ നവംബർ 30 ആകുമ്പോഴേക്ക് അടയ്ക്കണം എന്നുള്ളതാണ്. ഇൻ എനി അതർ കേസ് ജൂലൈ 31 ഓഫ് ദ അസസ്മെൻറ്റ് ഇയർ ആണ്. കമ്പനിയും ഈ പറയുന്ന മറ്റൊരു CAൻ്റെ സഹായം തേടേണ്ട SSE ആണെങ്കിൽ നവംബർ 30 ഒക്ടോബർ 31 അല്ലാത്ത കേസിലൊക്കെ ജൂലൈ 31. ഇനി വോളണ്ടറി റിട്ടേൺ ഇൻക്ലൂഡ് എന്നാണ് റിട്ടേൺ ബൈ ഇൻഡിവിജ്വൽ, HUF, AOP, BOA ഓർ എനി അതർ ഓർ ആൻ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആണ്. റിട്ടേൺ ബൈ എ കമ്പനി ഓർ ഫേം, റിട്ടേൺ ഓൺ ബിഹാഫ് ഓഫ് ചാരിറ്റബിൾ ട്രസ്റ്റ്, റിട്ടേൺ ഓൺ ബിഹാഫ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി, റിട്ടേൺ ബൈ അതേഴ്സ് എന്നുള്ളതാണ്. അത് റിസർച്ച് ഓർഗനൈസേഷൻ, ന്യൂസ് ഏജൻസി, വെഞ്ചർ ക്യാപിറ്റൽ കമ്പനി, ട്രേഡ് യൂണിയൻ, മ്യൂച്വൽ ഫണ്ട്. ഇതൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക. ഡ്യൂ ഡേറ്റുകൾ നോക്കി വെക്കുക. എല്ലാത്തിൻ്റെയും എന്താ റിട്ടേൺ എന്ന് നോക്കുക. ഇത് അധികം നോക്കേണ്ട കാര്യം വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ബിലേറ്റഡ് റിട്ടേൺ ആണ്. ബിലേറ്റഡ് ആ പേര് തന്നെ ഇതാണ്. ഇഫ് എ പേഴ്സൺ ഹാസ് നോട്ട് ഫർണിഷ്ഡ് റിട്ടേൺ വിത്തിൻ ദ ടൈം അലൗഡ് ടു ഹിം, ഹി മേ ഫർണിഷ് ദ റിട്ടേൺ അറ്റ് എനി ടൈം ബിഫോർ ദ എൻഡ് ഓഫ് ദ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ ഓർ ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ അസസ്മെൻറ്റ് വിച്ച് ഇസ് ഏർലിയർ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഡേറ്റുകളിൽ അടച്ചിട്ടില്ലെങ്കിൽ എന്താണ്, നമുക്ക് ഈ ഒരു അസസ്മെൻറ്റ് ഇയറിൻ്റെ ഉള്ളിലായിട്ട് അടച്ചാൽ മതി, അല്ലെങ്കിൽ ആ അസസ്മെൻറ്റ് കഴിയുമ്പോൾ അടച്ചാൽ മതി. അതിൻ്റെ പേരാണ് ബിലേറ്റഡ് അല്ലെങ്കിൽ ഡിലേഡ് റിട്ടേൺ എന്ന് പറയാം. പിന്നെ റിവൈസ്ഡ് റിട്ടേൺ ഓഫ് ഇൻകം ആണ്. ഇഫ് എനി പേഴ്സൺ ഹാവിംഗ് ഫർണിഷ്ഡ് റിട്ടേൺ വോളണ്ടറിലി ഓർ ബിലേറ്റഡ് റിട്ടേൺ ഡിസ്കവേഴ്സ് എനി ഒമിഷൻ ഓർ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ദർ ഈസ് ഹി മേ ഫർണിഷ് എ റിവൈസ്ഡ് റിട്ടേൺ. അതായത് ഒരാൾ എന്തെങ്കിലും ഒരു റിട്ടേൺ അടിച്ചിട്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് അയാൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ റോങ് സ്റ്റേറ്റ്മെൻറ്റോ ഒമിഷൻസോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും എന്താണ് തെറ്റുകുറ്റങ്ങൾ മാറ്റി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ പേരാണെന്ത്? റിവൈസ്ഡ് റിട്ടേൺ. ഇനി റിട്ടേൺ ഓഫ് ലോസ് ആണ്. ഓക്കെ, അടുത്തത് റിട്ടേൺ ഓഫ് ലോസ് ആണ്. ഇഫ് ആൻ SSE ഹാസ് സസ്റ്റെയിൻഡ് ലോസ് അണ്ടർ ദ ഹെഡ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ ലോസ് under capital gain or owning the maintaining horse race and claims to carry forward the loss, he will have to file return of loss. അതായത് ഇപ്പോൾ ബിസിനസ് നടത്തുക, ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷനിൽ നഷ്ടം വരിക,
അല്ലെങ്കിൽ ഹോഴ്സ് റേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നഷ്ടം വരിക. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ലോസ് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ അതേപോലത്തെ ഇൻകം വരുമ്പോൾ നമുക്ക് ആ ലോസ് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്താണ് റിട്ടേൺ ഓഫ് ലോസ് ഫയൽ ചെയ്യണം. ഇതാണ് നാലാമത്തെ ടൈപ്പ് റിട്ടേൺ. പിന്നെ കമ്പൾസറി റിട്ടേൺ എന്താണ്? വേർ എനി പേഴ്സൺ ഈസ് അസസബിൾ ആൻഡ് ഹി ഹാസ് നോട്ട് ഫേർണിഷ്ഡ് ദ റിട്ടേൺ ഓഫ് ഇൻകം ഓൺ ഓർ ബിഫോർ ദ ഡ്യൂ ഡേറ്റ്, ദ അസസിംഗ് ഓഫീസർ മേ സേർവ് എ നോട്ടീസ് ഓൺ സച്ച് പേഴ്സൺ റിക്വയറിംഗ് ഹിം ടു ഫേർണിഷ് ദ റിട്ടേൺ. അതായത് ഒരാൾ അയാളുടെ റിട്ടേൺ കൃത്യമായിട്ട് ഫയൽ ചെയ്തില്ലെങ്കിൽ അസസിംഗ് ഓഫീസർ അയാളെ നിർബന്ധിക്കുകയാണ് ഫയൽ ചെയ്യാനായിട്ട്. അതിനാണ് കമ്പൾസറി റിട്ടേൺ എന്ന് പറയുക. ഈ സെൻറ്റൻസ് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതിലും എന്താണ് ഇവിടെ ഈ ഒരു സെൻറ്റൻസ് വരെ നോട്ട് ചെയ്ത് വെക്കുക, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെന്താണ് ഡിഫക്റ്റീവ് റിട്ടേൺ ഓഫ് ഇൻകം ആണ്. Where the assessing officer consider that the return of income furnished by the assessee is defective, he may intimate the defect to the assessee and give him an opportunity to rectify the defect within the period of 15 days. അതായത് ഒരു ഡിഫക്റ്റീവ് റിട്ടേൺ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ തിരുത്തി കൊടുക്കാനായിട്ട് പറയുന്നതിനാണ് ഡിഫക്റ്റീവ് റിട്ടേൺ എന്ന് പറയാം. ഈ ഒരു പോയിന്റ് വരെ, ഈ ഒരു ഫുൾ സ്റ്റോപ്പ് വരെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കട്ടോ 94ാമത്തെ പേജിൽ. ഇനി സൈനിങ് ദ റിട്ടേൺ ആണ്. ആരൊക്കെയാണ് റിട്ടേണിൽ സൈൻ ചെയ്യേണ്ടത്? റിട്ടേൺ ഷാൽ ബി വെരിഫൈഡ് ആൻഡ് സൈൻഡ് ബൈ ദ ഫോളോയിങ് പേഴ്സൺസ്. അതിലെന്താണ്? ഇൻ ദ കേസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഹിംസെൽഫ് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി HUFൻ്റെ കേസാണെങ്കിൽ അതിൻ്റെ കർത്ത എന്ന് പറഞ്ഞ ഒരാളാണ്. നമുക്കറിയാം അതിൻ്റെ ഹെഡായ ആളാണ് കർത്ത എന്ന് വെച്ചാൽ. HUF ഹിന്ദു അൺഡിവൈഡ് ഫാമിലി. കമ്പനീൻ്റെ കേസാണെങ്കിൽ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് സൈൻ ചെയ്യേണ്ടത്. ഫേമിൻ്റെ കേസാണെങ്കിൽ മാനേജിംഗ് പാർട്ട്ണറാണ് സൈൻ ചെയ്യേണ്ടത്. പൊളിറ്റിക്കൽ പാർട്ടീൻ്റെ കേസാണെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് സൈൻ ചെയ്യേണ്ടത്. ലോക്കൽ അതോറിറ്റി, ഇപ്പോൾ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റീസൊക്കെ ഉണ്ട്, ലോക്കൽ അതോറിറ്റി ആണെങ്കിൽ പ്രിൻസിപ്പൽ ഓഫീസറാണ് സൈൻ ചെയ്യേണ്ടത്. ഇൻ കേസ് ഓഫ് എൻ അസോസിയേഷൻ എനി മെമ്പർ ഓഫ് ദ അസോസിയേഷൻ സൈൻ ചെയ്താൽ മതി. ഇൻ കേസ് ഓഫ് എനി അതർ പേഴ്സൺ കമ്പീറ്റൻറ്റ് ടു ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ദാറ്റ് പേഴ്സൺ ആണ് സൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ, HUF കർത്ത, കമ്പനി മാനേജിംഗ് ഡയറക്ടർ, ഫേം മാനേജിംഗ് പാർട്ട്ണർ, പൊളിറ്റിക്കൽ പാർട്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ലോക്കൽ അതോറിറ്റി പ്രിൻസിപ്പൽ ഓഫീസർ, അസോസിയേഷൻ എനി മെമ്പർ ഓഫ് അസോസിയേഷൻ, എനി അതർ പേഴ്സൺ കമ്പീറ്റൻ്റ് ആണ്. ഇനി ഫോംസ് ഓഫ് റിട്ടേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഫോംസ് ഓഫ് റിട്ടേൺ ആണ് നോക്കാനുള്ളത്. അപ്പോൾ ITR 1 എന്തിനെ സൂചിപ്പിക്കുന്നു? ഫോർ ഇൻഡിവിജ്വൽ ഹൂ ഈസ് റെസിഡൻറ്റ് ഹാവിങ് ഇൻകം സാലറി. അതായത് റെസിഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ് ITR 1 ചെയ്യേണ്ടത്. അവർക്ക് എന്താണ്? ഇൻകം ഫ്രം സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് വരുന്നത്. അപ്പോൾ സാലറി വാങ്ങുന്ന, അപ്പോൾ ഇന്ത്യയിലെ നോർമൽ റെസിഡൻറ്റ് ആരാണ്? 181 ദിവസം ഇന്ത്യയിൽ നിന്ന ആളാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ പ്രീവിയസ് ഇയറിൽ 181 ദിവസം നിന്ന ആളാണ് ആര്? റെസിഡൻ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ അയാൾക്ക് സാലറിയോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയോ ഇൻകം ഫ്രം അതർ സോഴ്സോ കിട്ടുകയാണെങ്കിൽ അയാൾ ITR 1 ആണ് ഫയൽ ചെയ്യേണ്ടത്. ITR 2 വരുന്നത് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF നോട്ട് എലിജിബിൾ ടു ഫയൽ ITR 1 ആൻഡ് നോട്ട് ഹാവിങ് ഇൻകം ഫ്രം അണ്ടർ ദ ഹെഡ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. അതായത് സാലറി, ഹൗസ് പ്രോപ്പർട്ടിയോ ഇൻകം ഫ്രം അതർ സോഴ്സോ ക്യാപിറ്റൽ ഗെയിനോ ഒക്കെ വന്ന ആൾ. അപ്പോൾ അധികം ക്യാപിറ്റൽ ഗെയിനൊക്കെ ആയിരിക്കും ഇതിൽ വരാം. അപ്പോൾ ഇൻഡിവിജ്വൽ HUF ആണ്, അതും റെസിഡൻറ്റ് തന്നെയാണ്. പക്ഷേ ഇവർക്ക് എന്താണ് ഈ ഇൻകം ഒന്നും എന്താണ് വെച്ച് ഫയൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബിസിനസ് പോകാൻ പാടില്ല. ഓക്കെ. ITR 3 ആണ് ഇൻഡിവിജ്വൽ ഓർ HUF ഹാവിങ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇനി ITR 4 വരുന്നത് എന്താണ്? ഇൻഡിവിജ്വൽ ആൻഡ് HUF ഓർ ഫേം വരുന്നുണ്ടെങ്കിൽ ഇൻകം ഫ്രം എലിജിബിൾ ബിസിനസ് ആണ്. എലിജിബിൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അത് സെക്ഷൻ 44 AD ആണ്. എലിജിബിൾ പ്രൊഫഷനും ചെയ്യുന്ന ആൾക്കാർ അത് 44 ADA ആണ്. അല്ലെങ്കിൽ ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം അതർ സോഴ്സ്. ITR 5 പേഴ്സൺസ് അതർ ദാൻ ഇൻഡിവിജ്വലും HUFും കമ്പനിയുമാണ്. ITR 6 എന്താണ്? കമ്പനീസ് അതർ ദാൻ കമ്പനീസ് ക്ലെയിമിംഗ് എക്സെപ്ഷൻ അണ്ടർ സെക്ഷൻ 11 ആണ്. ITR 7 എന്താണ്? ഫോർ പേഴ്സൺസ് ഫർണിഷ് റിട്ടേൺ അണ്ടർ സെക്ഷൻ 139 4A, 139 4B, 139 4C, 139 4D, 139 4E, 139 4F എന്നുള്ളതാണ്. അപ്പോൾ ITR 7 വരുന്നത് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, റിലീജിയസ് ട്രസ്റ്റ്, പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെയാണ്. ഇനി മാനേഴ്സ് ഓഫ് ഫർണിഷിങ് റിട്ടേൺ ഓഫ് ഇൻകം ആണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇൻകം നമ്മൾ റിട്ടേൺ എങ്ങനെയാണ് ഫർണിഷ് ചെയ്യുക? അതായത് ഫർണിഷ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ഡോക്യുമെൻറ്റുകൾ മുന്നിൽ കൊണ്ടുവെക്കുക എന്നുള്ളതാണ് ഫർണിഷിങ് എ ഡോക്യുമെൻറ്റ്. അപ്പോൾ ഇലക്ട്രോണിക്കലി അണ്ടർ ഡിജിറ്റൽ സിഗ്നേച്ചറാണ്. ഡിജിറ്റൽ സിഗ്നേച്ചർ ഇലക്ട്രോണിക്കലി ചെയ്യുക എന്നുള്ളതാണ്. ട്രാൻസ്മിറ്റിംഗ് ദ ഡാറ്റ ഇൻ ദ റിട്ടേൺ ഇലക്ട്രോണിക്കലി ആൻഡ് ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് ഉണ്ട് എന്നുള്ളതാണ്. അടുത്തത് ട്രാൻസ്മിറ്റിംഗ് ദ ഡാറ്റ ഇൻ ദ റിട്ടേൺ ഇലക്ട്രോണിക്കലി ആൻഡ് ആഫ്റ്റർ സബ്മിറ്റിംഗ് ദ വെരിഫിക്കേഷൻ ഓഫ് റിട്ടേൺ ഇൻ ഫോം ഓഫ് ITR 5 ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, അത് അധികം നോക്കണ്ട. ഈ ITRൻ്റെ ഫോമുകൾ കൃത്യമായിട്ട് എന്താണ്, അത് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക.
പിന്നെ ഇ ഫയലിംഗ് ഓഫ് ITR റിട്ടേൺ അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദ പ്രോസസ് ഓഫ് ഇലക്ട്രോണിക്കലി ഫയലിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ത്രൂ ഇൻ്റർനെറ്റ് ഈസ് നോൺ ആസ് ഇ ഫയലിംഗ്. There are three ways to file income tax return electronically: e-file without digital signature certificate, e-file the income tax return through an e-return intermediary with or without digital signature certificate, use of digital signature certificate to e-file. There is no further action needed in this case. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. പിന്നെ സ്റ്റെപ്സ് ഫോർ ഇ ഫയലിങ്ങും നോക്കുക. അത് ആദ്യം എന്താണ്, നമ്മളത് ഇ ഫയലിംഗ് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക. സെലക്ട് applicable income tax return, download the income tax return, fill the return and upload the return, upload the digital signature certificate, then click submit. On successful upload, the return can be verified electronically. For e-verification, taxpayers can choose any one of the option. ഇതിൽ നിങ്ങളൊരു ഈ പറയുന്ന സബ്മിറ്റ് വരെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. സ്റ്റെപ്പിൽ ഇത് പിന്നെ എന്താ വെച്ചാൽ ഒരു ഓപ്ഷനിലാണ്. ഇനി ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അഡ്വാൻറ്റേജ് ഓഫ് ഇ ഫയലിംഗ് ഓഫ് റിട്ടേൺ ഒന്നെന്താണ്, ഈസ് ഓഫ് യൂസ് ആണ്, ഒന്ന് പ്രോംപ്റ്റ് പ്രോസസ്സിംഗ് ആണ്. പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, എളുപ്പമാണ് യൂസ് ചെയ്യാൻ ഇ ഫയലിംഗ്. നമ്മൾ പണ്ട് അവരുടെ ഇൻകം ടാക്സ് ഓഫീസിൽ പോയി ക്യൂ നിന്ന് കൊടുക്കുന്നതിനെക്കാട്ടി എളുപ്പമാണ്. പിന്നെ എന്താണ്, പ്രോംപ്റ്റ് പ്രോസസ്സിംഗ് ആണ്. പിന്നെ എന്താണ്, ബെറ്റർ ആക്യുറസി ആണ്, കൺവീനിയൻ്റ് ആണ്, കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ആക്സസിബിലിറ്റി ഓഫ് പാസ്റ്റ് ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡിഫോൾട്ട് ഇൻ ഫേർണിഷിംഗ് റിട്ടേൺ ഓഫ് ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സിന് ഡിഫോൾട്ട് വരികയാണെങ്കിൽ എത്രയാണ് ഇൻട്രസ്റ്റ് വരിക? 1% പ്രതിമാസം വെച്ചിട്ടാണ് ഇൻട്രസ്റ്റ് എടുക്കുക. അതാണ് അതിൻ്റെ പെനാൽറ്റി. അടയ്ക്കേണ്ട ടാക്സിൻ്റെ 1% പലിശ ഈടാക്കും. ഓക്കെ, അതാണ് ഡിഫോൾട്ട്. അത് നോക്കി വെക്കുക. 1% എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ, പാൻ എന്താണെന്നുള്ളതാണ്. പെർമനൻറ്റ് അക്കൗണ്ട് നമ്പറാണ്. അതൊരു 10 ഡിജിറ്റ് എന്താണ്, ആൽഫ ന്യൂമറിക് ക്യാരക്ടറാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ SSC ഇൻകം ടാക്സ് മാറ്റേഴ്സിന് വേണ്ടിയിട്ട് നമ്മളെ പാൻ നമ്പറാണ് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ പാന് എന്തൊക്കെയാണ് കമ്പൾസറി ആയിട്ട് വരുന്നത്? ഇൻകം നമ്മുടെ എക്സീഡ്സ് എക്സംഷൻ ലിമിറ്റ്, നമ്മൾ ടാക്സബിൾ ലിമിറ്റിൽ കഴിഞ്ഞിട്ട് ഇൻകം വരികയാണെങ്കിൽ നമ്മൾ പാൻ കാർഡ് നമുക്ക് വേണം. പിന്നെ നമുക്ക് ടാക്സ് അടയ്ക്കാൻ ലയബിളായ ഒരു വ്യക്തിയാണെങ്കിൽ ഈ പറഞ്ഞ പാൻ കാർഡ് വേണം. സെയിൽ ഓർ പർച്ചേസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് പാൻ കാർഡ് വേണം. ടൈം ഡെപ്പോസിറ്റ് എക്സീഡിങ് ₹50,000 ബാങ്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു ടൈം ഡെപ്പോസിറ്റ്, അതായത് നമ്മളൊരു ടൈം ഡെപ്പോസിറ്റ് ഉദ്ദേശിച്ചത് FD പോലത്തെ അക്കൗണ്ടാണ്, അത് 50,000-ലധികം ഉണ്ടെങ്കിൽ പാൻ കാർഡ് വേണം. ഡെപ്പോസിറ്റ് ഇൻ ക്യാഷ് അഗ്രിഗേറ്റിംഗ് ₹50,000-ലധികം എന്താണ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിലും പാൻ കാർഡ് വേണം. ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാൻ പാൻ കാർഡ് വേണം. പർച്ചേസ് ഓഫ് യൂണിറ്റ്, മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് യൂണിറ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അത് 50,000-ൽ മുകളിലാണെങ്കിൽ പാൻ കാർഡ് വേണം. LIC പ്രീമിയം എന്താണ് 50,000-ലധികം അടയ്ക്കുന്നെങ്കിൽ പാൻ കാർഡ് വേണം. ആപ്ലിക്കേഷൻ ഫോർ ക്രെഡിറ്റ് കാർഡിന് എന്ത് വേണം? പാൻ കാർഡ് വേണം. പർച്ചേസ് ബാങ്ക് ഡ്രാഫ്റ്റ് എക്സീഡിങ് ₹50,000 പാൻ കാർഡ് വേണം. അപ്പോൾ പാന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്തിലൊക്കെയാണ് പാൻ കാർഡ് നിർബന്ധം എന്നുള്ളൊരു 5 പോയിന്റ് പഠിച്ചു വെക്കുക, മൊത്തം പഠിക്കാതെ. പിന്നെ ടാക്സ് റിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പറാണ് ടാൻ നമ്പർ. അത് ഒരു 10 ഡിജിറ്റ് ആൽഫാന്യൂമറിക് നമ്പറാണ്. ഇഷ്യൂഡ് ബൈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. പ്രൈമർലി യൂസ്ഡ് ഫോർ കളക്റ്റിംഗ് ആൻഡ് റെമിറ്റിംഗ് ടാക്സ് ആണ്. ടാക്സ് കളക്ട് ചെയ്യാനും റെമിറ്റ് ചെയ്യാനും ഈ ഒരു ടാൻ കാർഡ് നമ്പർ, ടാക്സ് അടയ്ക്കാനുള്ളതല്ല, ടാക്സ് കളക്ട് ചെയ്യാൻ. അപ്പോൾ ടാക്സ് ഡിറക്റ്റഡ് സോഴ്സ് വേണമെങ്കിൽ ഒരു സ്ഥാപനം നമ്മൾ നടത്താൻ നമുക്ക് ടാൻ കാർഡ് വേണം. അപ്പോൾ നമ്മൾ എംപ്ലോയീസിന് നമ്മൾ ഈ പറഞ്ഞ നല്ല സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആ ടാൻ കാർഡ് യൂസ് ചെയ്തിട്ടാണ് എംപ്ലോയീസിന് TDS നമ്മൾ പിടിച്ചിട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇതൊരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഡോക്യുമെൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഡിന്ന് മാത്രമേ ചോദിക്കട്ടോ, ഇതിലും ടാനെ ചോദിക്കൂ, ഇതിലും പാൻ. ഇത് മൂന്നിൽ ഏതെങ്കിലും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണേ. അപ്പോൾ ഡിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. ദ ഡോക്യുമെൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇസ് എ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ യൂസ്ഡ് ബൈ ടാക്സ് അതോറിറ്റീസ് ഇൻ ഇന്ത്യ ടു ട്രാക്ക് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് നമ്മുടെ എന്താണ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് ട്രാക്ക് ചെയ്യാനാണ്. ഇറ്റ് ഈസ് പ്രൈമർലി യൂട്ടിലൈസ്ഡ് ബൈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് GST അതോറിറ്റി. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും GST അതോറിറ്റിയാണ് പ്രൈമർലി ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? അസസ്മെൻ്റ് ആണ്. അസസ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താ? അസസ്മെൻറ്റ് മീൻസ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് പേയബിൾ ബൈ SSC ആണ്. അതായത് ഒരു SSC അല്ലെങ്കിൽ എന്താണ് ഒരു വ്യക്തി അയാളുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക, എത്ര ടാക്സ് അടയ്ക്കേണ്ടതെന്ന് അയാൾ സ്വയം വിലയിരുത്തുക. അതിൻ്റെ പേരാണ് അസസ്മെൻ്റ് എന്ന് വെച്ചാൽ. അസസ്മെൻറ്റ് പലതരത്തിലുണ്ട്. സെൽഫ് അസസ്മെൻറ്റ്, ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ ഉണ്ട്, പിന്നെ റെഗുലർ അസസ്മെൻ്റ് ഉണ്ട്, റീ അസസ്മെൻ്റ് ഉണ്ട്, പ്രിക്കോഷണറി അസസ്മെൻ്റ് ഉണ്ട്. റെഗുലർ അസസ്മെൻ്റ് എന്താണ്? അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ് വരുന്നുണ്ട്. ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അസസ്മെൻറ്റ് എന്താണെന്നുള്ളത്
പഠിച്ചു വെക്കുക. പിന്നെ സെൽഫ് അസസ്മെൻറ്റ് എന്താണെന്നുള്ളതാണ്. സെൽഫ് അസസ്മെൻറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ബൈ വിച്ച് ടാക്സ് പേയേഴ്സ് കാൽക്കുലേറ്റ് ദെയർ ഓൺ ടാക്സ് ലയബിലിറ്റി, റിപ്പോർട്ട് ദെയർ ഇൻകം. ടാക്സ് പേയേഴ്സ് അവരുടെ സ്വന്തം ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ പേരാണെന്ത്, സെൽഫ് അസസ്മെൻറ്റ് എന്ന് വെച്ചാൽ. വേർ എനി ടാക്സ് ഇസ് പേയബിൾ ഓൺ ദ ബേസിസ് ഓഫ് എനി റിട്ടേൺ ഫേർണിഷ്ഡ് ബൈ ദ അസസി. അപ്പോൾ ഇത് മാത്രം നോക്കി വെച്ചാൽ മതി, ഈ ഒരു പോയിന്റ് വരെ. അപ്പോൾ സെൽഫ് അസസ്മെൻറ്റ് അത്രയും മാത്രം നോക്കി വെക്കുക, ആ ഒരു ഫസ്റ്റ് ഈ ഒരു പാരഗ്രാഫ് വരെ കേട്ടോ. ബാക്കി അതിൽ എന്താണ്, ഇൻ സെൽഫ് അസസ്മെൻറ്റ് ഇൻട്രസ്റ്റ് പേയബിൾ ഷാൽ ബി കാൽക്കുലേറ്റഡ്. ഇൻട്രസ്റ്റ് പേയബിൾ സെൽഫ് അസസ്മെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് മാർക്ക് ചെയ്ത് വെക്കുക. ഒന്ന്, എമൗണ്ട് ഓഫ് ടാക്സ് ഓൺ ഇൻകം ടാക്സ് ഡിസ്ക്ലോസ്ഡ് ഇൻ റിട്ടേൺ. അതിൻ്റെ കൂടെ എന്താണ്, ലെസ് അഡ്വാൻസ് ടാക്സ് പെയ്ഡ്, TDS ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ്, എനി ടാക്സ് ക്രെഡിറ്റ് അലൗഡ്, പിന്നെ എന്താണ് എനി റിലീഫ് ഓഫ് ടാക്സ് അലൗഡ്. ഇതൊക്കെ അതിന് ലെസ് ചെയ്യുക. അപ്പോൾ അതാണ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് വിച്ച് ഷാൽ ബി കാൽക്കുലേറ്റഡ്, അത് കിട്ടും. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ ആണ്. ഓക്കെ, ഇനി അടുത്തത് അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ ആണ്. Where a return has been filed by an assessee, the assessing officer will assess the income of the person keeping in view of the relevant provisions. Such assessment is called assessment on the basis of return. അതായത് ഒരാളൊരു റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ റിട്ടേണിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ കൊടുത്ത പ്രൊവിഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അസസിങ് ഓഫീസർ എന്ത് ചെയ്യുക, ഈ ഒരു അസസ്മെൻറ്റ് നോക്കുക. അതിനാണ് അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ എന്ന് പറയാം. ഇതുവരെ മാർക്ക് ചെയ്യുക. പിന്നെ റെഗുലർ അസസ്മെൻറ്റ് എന്താണ്, റെഗുലർ അസസ്മെൻറ്റ് മീൻസ് ദ അസസ്മെൻറ്റ് മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ് ഓർ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. അപ്പോൾ ഇത് മറന്നു വരുതേ, ബേസിസ് ഓഫ് എവിഡൻസ് അല്ലെങ്കിൽ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് പേരാണെന്ത്, റെഗുലർ അസസ്മെൻറ്റ്. ഇത് റെഗുലറായി ചെയ്യുന്ന അസസ്മെൻറ്റ് എഴുതി പോരുത്, ബേസിസ് ഓഫ് എവിഡൻസ് അല്ലെങ്കിൽ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻ്റ് ആണ്. പിന്നെ അസസ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ് ഓർ സ്ക്രൂട്ടിനിയാണ്. അതെന്താണ്, വേറെ വോളണ്ടറി return or compulsory return has been furnished by the assessee and the assessing officer consider it necessary to verify the correctness of the return, he shall serve on the assessee and notice either to attend his office or to produce a date specified any evidence in support of the return. അതായത് ബേസ് ഓഫ് റിട്ടേൺ എന്ന് വെച്ചാൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട്, അസസിങ് ഓഫീസർ നോക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പോരായ്മകൾ തോന്നിയിട്ട് ഒന്നുകിൽ അസസ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ ഇൻഡിവിജ്വലിനെ വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ എന്താണ് അത് വേണ്ട എവിഡൻസ് കൊണ്ടുവരാനോ പറയുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് അസസ്മെൻറ്റ് ഓൺ ദ ബേസ് ഓഫ് എവിഡൻസ് ഓർ സ്ക്രൂട്ടിനി അസസ്മെൻറ്റ്. ഈ ഒരു പാരഗ്രാഫ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് ഓർ എക്സ് പാർട്ടെ അസസ്മെൻ്റ് ആണ്. അപ്പോൾ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് ഇസ് ആൻ അസസ്മെൻറ്റ് ബൈ ദ അസസിങ് ഓഫീസർ ടു ദ ബെസ്റ്റ് ഓഫ് ഹിസ് ജഡ്ജ്മെൻറ്റ് ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഓൾ റെലവൻറ്റ് മെറ്റീരിയൽ ഹി ഹാസ് ഗാദർഡ്. ഈ ഒരു പോയിന്റ് മാത്രം നോക്കി വെച്ചാൽ മതി. എക്സ് പാർട്ടി അസസ്മെൻറ്റ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ എന്താണ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് എന്നാണ് അതിൻ്റെ പേര്. അസസിങ് ഓഫീസർ എന്നാണ് അയാളുടെ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റിൽ ചെയ്യുന്ന അസസ്മെൻറ്റിനെയാണ് ഇത് പറയുന്നത്. പിന്നെ കമ്പൾസറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻ്റ് ആണ്, സെക്ഷൻ 144 ദ അസസിങ് ഓഫീസർ ഈസ് ബൗണ്ട് ടു മേക്ക് കമ്പൾസറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് ഇൻ എനി ഓഫ് ദ ഫോളോയിങ് കേസസ്. ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് കമ്പൾസറി ആയിട്ട് ചെയ്യേണ്ട കേസ് 144 പറഞ്ഞത്. അതിൽ ഫെയിലിയർ ടു മേക്ക് വോളണ്ടറി റിട്ടേൺ ബൈ ദ അസസി, അയാൾ കൃത്യമായിട്ട് വോളണ്ടറി റിട്ടേൺ ചെയ്തിട്ടില്ലെങ്കിൽ, ഫെയിലിയർ ടു മേക്ക് കമ്പൾസറി റിട്ടേൺ ചെയ്തിട്ടില്ലെങ്കിൽ, ഫെയിലിയർ ടു ഫർണിഷ് നെസസറി ഇൻഫർമേഷൻ, കൃത്യമായ ഇൻഫർമേഷൻ ഫർണിഷ് ചെയ്തിട്ടില്ലെങ്കിൽ, പിന്നാണ് വേർ ദ റിട്ടേൺ ഹാസ് ബീൻ മെയ്ഡ് ബട്ട് ദ അസസിങ് ഓഫീസർ കൺസിഡർ ഇറ്റ് ടു ബി ഇൻകറക്റ്റ് റിപ്പോർട്ടാണ് കൊടുത്തതെങ്കിൽ. അപ്പോൾ ഇതൊക്കെ ഇതാണ് കമ്പൾസറി ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റിൻ്റെ പ്രൊവിഷൻസ് ആണ്. ഇനി ഇനി അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻ്റ് ആണ്. ഇൻ മേക്കിംഗ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് ദ അസസിങ് ഓഫീസർ ഷുഡ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ എ ഡിസയർ ടു പണിഷ് ദ അസസി ഫോർ ദ ഡിഫോൾട്ട്. അതായത് ഒരിക്കലും ഈ പറയുന്ന ടാക്സ് കൃത്യമായിട്ട് ഫയൽ ചെയ്യാൻ വിട്ടുപോയ ഒരു അസസിയെ പണിച്ച് ചെയ്യാനുള്ള ആഗ്രഹത്തോടു കൂടി അസസ്മെൻറ്റ് ഓഫീസർ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഹി മസ്റ്റ് നോട്ട് ആക്ട് ഡിസ്ഹോണസ്റ്റ്ലി, അയാൾ ഡിസ്ഹോണസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പാടില്ല. ഇത് ഓരോ സെൻറ്റൻസുകൾ ഓരോ പോയിൻ്റായിട്ട് പഠിക്കണേ. He must make what he honestly believes to be fair estimate of the proper figure of the assessment. അയാൾ കൃത്യമായിട്ട് ഇതാണ് ഓണസ്റ്റ് ആയിട്ട് എന്താണ് അതിന് പ്രോപ്പർ എസ്റ്റിമേറ്റ് കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. He must be able to take into consideration ലോക്കൽ നോളേജ് എടുക്കാനുള്ള കൺസിഡറേഷൻ വേണം. ഈ ഒരു 4 പോയിന്റുകളൊന്ന് പഠിച്ചു വെക്കുക. പ്രിൻസിപ്പിൾസ് ഓഫ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. ഇനി കോൺസിക്വൻസസ് ഓഫ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് എന്തൊക്കെയാണ്? The assessee becomes liable to penalties under section 271. 271 പ്രകാരം SSC പെനാൽറ്റി അടയ്ക്കാൻ ബാധ്യതയുണ്ട്. The assessee becomes liable for prosecution under section 276cc and 276d. ഈ 276cc 276d സെക്ഷൻസ് പ്രകാരമുള്ള പ്രോസിക്യൂഷൻസ്, അതായത് എന്താണ് ഈ ശിക്ഷകളായിട്ട് വാങ്ങാനുള്ള
എന്തുണ്ട് ഏറ്റുവാങ്ങാൻ ചാൻസ് ഉണ്ട് ആര് SSC ഈ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് കോൺസിക്വൻസ് ആയിട്ട്. ഒന്ന് പെനാൽറ്റി സെക്ഷൻ 271, പിന്നെ 276 CC and D. The SSC is prevented from bringing on record any new fact before appellate authority. എന്താണ് പുതിയ റെക്കോർഡ് കൊണ്ടുവരാൻ എന്താണ് അയാളെ തടയാനുള്ള ചാൻസ് ഉണ്ട്. റീഫണ്ട് മേ നോട്ട് ബി, ഒരു റീഫണ്ട് കിട്ടാനും ചാൻസ് കുറവാണ്. ഇനി റെമഡി എഗെയിൻസ്റ്റ് ബെസ്റ്റ് ജഡ്ജ്മെൻ്റ് ആണ്. ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് നമുക്കെതിരെ വരികയാണെങ്കിൽ അതിൻ്റെ റെമഡി എന്താണ്? ദ SSC ക്യാൻ അപ്പീൽ എഗെയിൻസ്റ്റ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. അതായത് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മളെല്ലാ രേഖകളും എവിഡൻസൊക്കെ പരിശോധിച്ച് നമുക്കെതിരെ ചിലപ്പോൾ എന്താണ് ഒരു ആക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നമ്മൾ പറഞ്ഞത്. നമുക്കൊരു അപ്പീൽ കൊടുക്കാനുള്ള അധികാരമുണ്ട്. ഹീ ക്യാൻ ഒബ്ജക്റ്റ് ടു ദ എമൗണ്ട് ഓഫ് ഇൻകം അസസ്ഡ്. അതായത് ഇപ്പോൾ നമുക്ക് അധിക തുക ഇൻകം അസസ് ചെയ്തിട്ട് അസസിങ് ഓഫീസർ പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഒബ്ജക്ഷൻ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഹി മേ ഓൾസോ ഗോ ടു ഹൈക്കോടതി പോകാൻ അധികാരമുണ്ട്. അപ്പോൾ ഇവിടെ ഓർ കൊടുത്തിട്ടുണ്ട്, ഓർ ദ എമൗണ്ട് ഡിറ്റർമിൻഡ് ആണ്. അപ്പോൾ ഇതുവരെ പഠിച്ച് നോക്കിയാൽ മതി. ഓക്കെ, ഹൈക്കോർട്ട് പോകാൻ ഇത് ഉണ്ട് വരെ നോക്കിയാൽ മതി. ഇനി ഡിസ്ക്രീഷണറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻ്റ് ആണ്. വെൻ എവർ ദ അസസിങ് ഓഫീസർ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ കറക്റ്റ്നെസ് ഓഫ് ദ കംപ്ലീറ്റ്നെസ് ഓഫ് ദ അക്കൗണ്ട് of the SSC or where no method of accounting has been regularly employed by the SSC, the assessing officer may in his discretion make the best judgment assessment. അതായത് ഒരു SSCൻ്റെ ഈ പറയുന്ന റെക്കോർഡുകൾ നോക്കണ നേരത്തെ കൃത്യമായിട്ട് അക്കൗണ്ട് സൂക്ഷിച്ചിട്ടില്ല, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടില്ല എന്ന് അസസിങ് ഓഫീസർക്ക് മനസ്സിലായാൽ അയാൾക്ക് എന്താണ്, അയാൾ ഡിസ്ക്രിഷണറി പവർ, അയാളുടെ തീരുമാനപ്രകാരം അയാൾക്ക് എന്താണ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി റീ അസസ്മെൻറ്റ് ഓർ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻ്റ് ആണ്. എന്താണ് റീ അസസ്മെൻറ്റ് എന്നാണ്, അല്ലെങ്കിൽ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിലാണ്. ആൻ ഇൻകം ഈസ് സെറ്റ് ടു ഹാവ് എസ്കേപ്ഡ് അസസ്മെൻറ്റ് വെൻ ഇറ്റ് ഹാസ് നോട്ട് ചാർജ്ഡ് ടു ടാക്സ് ഇൻ ദ ഒറിജിനൽ അസസ്മെൻറ്റ് ഇയർ. അതായത് ഓക്കെ, അപ്പോൾ എന്താണ് റീ അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ വെൻ ആൻ ഇൻകം ഈസ് സെറ്റ് ടു ഹാവ് എസ്കേപ്ഡ് അസസ്മെൻറ്റ് വെൻ ഇറ്റ് ഹാസ് നോട്ട് ബീൻ ചാർജ്ഡ് ടു ടാക്സ് ഇൻ ദ ഒറിജിനൽ അസസ്മെൻറ്റ് ഇയർ ടു വിച്ച് ഇറ്റ് റൈറ്റ്ലി ബിലോങ്സ്. അതായത് നമ്മളൊരു ഇൻകം വാങ്ങി നമുക്ക് ശരിക്കും ടാക്സ് അടയ്ക്കാനുണ്ട്, പക്ഷേ ആ ടാക്സ് ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ല, നമ്മളതിനെ എസ്കേപ്പ് ആവുക ചെയ്യുന്നത്. അതിനാണ് റീ അസസ്മെൻറ്റ്. അപ്പോൾ അതിന് റീ അസസ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഇൻകം മേ എസ്കേപ്പ് അസസ്മെൻറ്റ് ഐദർ ബൈ വേ ഓഫ് നോൺ അസസ്മെൻറ്റ് ഓർ അണ്ടർ അസസ്മെൻറ്റ്. കുറച്ച് അസസ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ നോൺ അസസ്മെൻറ്റ് വരുമ്പോഴാണ് എന്ത് വരിക, റീ അസസ്മെൻറ്റ് വരിക. ഓർ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ്, ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഈ നോൺ അസസ്മെൻറ്റ് എന്താണ്, വെൻ ദ SSC ഹാസ് നോട്ട് ബീൻ അസസ്ഡ് അറ്റ് ഓൾ, അയാളെ ഇൻകം തീരെ അസസ്മെൻറ്റ് നടത്തിയിട്ടില്ല. ദ ഇൻകം ഹാസ് എസ്കേപ്ഡ് അസസ്മെൻറ്റ് ഡ്യൂ ടു നോൺ അസസ്മെൻറ്റ്. അതുവരെ നോക്കി വെക്കുക. അണ്ടർ അസസ്മെൻറ്റ് എന്താണ്, നമ്മൾ കുറച്ച് അസസ് ചെയ്ത് പോവുകയാണ്. ഇൻകം ഈസ് അണ്ടർ അസസ്ഡ് വെയർ ദ ഇൻകം ഹാസ് നോട്ട് ബീൻ ഫുള്ളി ബ്രോട്ട് ടു ടാക്സ് ആണ്. അതുവരെ നോക്കി വെക്കുക. അതിൻ്റെ റീസൺ എന്താണ്, ഒന്ന് അണ്ടർ സ്റ്റേറ്റഡ് റിട്ടേൺ ആണ്, ക്ലെയിംഡ് എക്സസീവ് ലോസ് ആണ്, എനി എക്സസീവ് റിലീഫ്, പിന്നെ എന്താണ് എനി ഇൻകം ഇൻ റിലേഷൻ ടു അസറ്റ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇഷ്യൂ ഓഫ് നോട്ടീസ് വെയർ ഇൻകം ഹാസ് ബീൻ എസ്കേപ്ഡ് അസസ്മെൻറ്റ്. അപ്പോൾ നോട്ടീസ് കൊടുക്കുന്നതാണ്. ടൈം പറഞ്ഞത് ഇഫ് ദ എസ്കേപ്ഡ് ഇൻകം ഇസ് ലെസ് ദാൻ ₹1 lakh 4 വർഷം വരെ ടൈം കിട്ടും. 1 lakh മുതൽ മുകളിലാണെങ്കിൽ 8 വർഷം വരെയാണ്. പിന്നെ ഇതിൻ്റെ അസറ്റ് ഔട്ട്സൈഡ് ആണെങ്കിൽ 16 വർഷം വരെ റീ അസസ്മെൻറ്റ് ടൈം കിട്ടും. ഈ റീ അസസ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇൻകം കമ്പ്യൂട്ടഡ് ഇൻ റീ അസസ്മെൻറ്റ് കനോട്ട് ബി ലെസ് ദാൻ ഇൻകം ഡിറ്റർമൈൻഡ് ഇൻ ഒറിജിനൽ അസസ്മെൻറ്റ്. അപ്പോൾ റീ അസസ്മെൻറ്റ്, അതായത് എസ്കേപ്ഡ് അസസ്മെൻറ്റ് നടക്കുമ്പോഴാണല്ലോ റീ അസസ്മെൻറ്റ് നടത്തുക. അപ്പോൾ അത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്താണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത ഇൻകത്തിനെക്കാട്ടും കുറയാൻ പാടില്ല, കൂടാണല്ലോ വേണ്ടത്. കമൻസ്മെൻറ്റ് ഓഫ് റീ അസസ്മെൻറ്റ് പ്രൊസീഡിംഗ് ഓൺ ദ ബേസ് ഓഫ് ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ഇൻ അസസ്മെൻറ്റ് പ്രൊസീഡിംഗ് എ സബ്സിക്വൻറ്റ് ഇയർ ഇസ് വാലിഡ്. അതായത് ഈ റീ അസസ്മെൻറ്റ് തുടങ്ങേണ്ടത്, കമൻസ് ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ സബ്സിക്വൻറ്റ് ഇയറിലായിരിക്കണം, പ്രീവിയസ് ഇയറിലൊന്നും വരരുത്, സബ്സിക്വൻറ്റ് ഇയറിലായിരിക്കണം. പിന്നെ ടൈം ലിമിറ്റ് എന്താണ്, റീ അസസ്മെൻറ്റ് ഓർഡർ ഷാൽ ബി മെയ്ഡ് ടു എനി ടൈം ഓർ ബിഫോർ എക്സ്പയറി ഓഫ് 12 months ഫ്രം ദ എൻഡ്. ഒരു കൊല്ലത്തുള്ള റീ അസസ്മെൻറ്റിനുള്ള ഓർഡർ കൊടുക്കേണ്ടത്. ഇനി റേറ്റ് ഓഫ് ടാക്സ് ഓഫ് എസ്കേപ്ഡ് ഇൻകം എന്താണ്, റേറ്റ് ഓഫ് ടാക്സ് ഇസ് ചാർജ്ഡ് അറ്റ് ദ റേറ്റ് ദാറ്റ് വുഡ് ഹാവ് ബീൻ. എന്താണോ റേറ്റ് വേണ്ടത് അതാണ് റേറ്റ് വരിക. പിന്നെ പ്രിക്കോഷണറി ഓർ പ്രൊട്ടക്റ്റീവ് അസസ്മെൻ്റ് ആണ് ലാസ്റ്റ് 2 ഉണ്ട്. ഒന്ന് പ്രിക്കോഷണറി ഉണ്ട്, ഒന്ന് ഫേസ്ലെസ് അസസ്മെൻറ്റും ഉണ്ട്. അപ്പോൾ പ്രിക്കോഷണറി അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഇതൊക്കെ ഏതെങ്കിലും ഒന്ന് ചോദിക്കട്ടോ, ഒക്കെ പഠിച്ചു വെക്കണേ. ഇൻ സർട്ടൻ കേസസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിറ്റർമൈൻ വെദർ as to whom the income pertains. The assessing officer can commence proceedings to determine the question as who is responsible to pay tax. Such an assessment is called precautionary assessment. ചില കേസിൽ ഇപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ആർക്കാണ് ശരിക്കും അസസ്മെൻറ്റ് വരേണ്ടത് നമുക്കറിയില്ല, ആർക്കാണ് ശരിക്കും ഇൻകം ശരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് അസസിങ് ഓഫീസർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ
കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം ആരിലേക്കാണ് ഇൻകം പോകുന്നത്, ആർക്കാണ് അസസ്മെൻറ്റ് നടത്തേണ്ടത്. അത്തരമൊരു കണ്ടീഷൻ്റെ പേരാണ് പ്രിക്കോഷണറി ഓർ പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ്. ഇനി ഫേസ്ലെസ് അസസ്മെൻറ്റ് എന്താണ്? അണ്ടർ ദ സ്കീം ഓൾ അസസ്മെൻറ്റ് പ്രൊസീഡിംഗ് ആർ കണ്ടക്റ്റഡ് ത്രൂ ഇലക്ട്രോണിക്കലി വിത്തൗട്ട് എനി ഫിസിക്കൽ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ടാക്സ് പെയർ ആൻഡ് ടാക്സ് ഒഫീഷ്യൽ. നമ്മൾ ഡയറക്റ്റായിട്ട് ഇൻകം ടാക്സ് ഓഫീസിൽ പോയിട്ട് എന്താണ് ഈ കാര്യങ്ങൾ ബോധിപ്പിക്കാതെ നമ്മളിപ്പോൾ ചെയ്യുന്ന മാതിരി എല്ലാം ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തത് ഓൺലൈനായിട്ട്. അതിൻ്റെ പേരാണ് എന്ത്? ഇലക്ട്രോണിക്കലി ചെയ്യുന്നതിൻ്റെ പേരാണ് ഫേസ്ലെസ് അസസ്മെൻറ്റ്. അത് നോക്കി വെക്കുക. അപ്പോൾ ഇതൊക്കെ വെറും തിയറി മാത്രമാണ്. നന്നായിട്ട് എന്താണ് വായിച്ചു നോക്കുക, പറഞ്ഞ പോയിന്റുകൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്ത് അത് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ.